നമ്മുടെ മൊബൈലിൽ ഒരു നല്ലൊരു വീഡിയോ പ്ലെയർ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിൽ ഓടിയെത്തുക MX പ്ലെയറാണ്. MX പ്ലെയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യുമ്പോഴും അതിൽ വീഡിയോ കാണുമ്പോഴും തുടക്കത്തിലും ആദ്യത്തിലും ഇടയിലും ഒക്കെ പരസ്യങ്ങളിങ്ങനെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി വീഡിയോ പ്ലെയറാണ്. ഇതിൽ പരസ്യങ്ങൾ വരികയേയില്ല. MX പ്ലെയറിൻ്റെ ഏകദേശം അതേ ഫീച്ചർ അതിലുണ്ട്. പക്ഷേ MX പ്ലെയറിലുള്ള ചില ഫീച്ചറുകൾ അതിലില്ല. പക്ഷേ ഇതിലുള്ള ചില ഫീച്ചറുകൾ MX പ്ലെയറിലുമില്ല. നമുക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. KM പ്ലെയർ എന്നാണ് അതിൻ്റെ പേര്. നമുക്ക് ആ KM പ്ലെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റിക്വസ്റ്റ് ആക്സസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗാലറി പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഹോം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ഫയലുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ മൈ ഫയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി കാർഡിലുള്ള ഫയൽ വേണോ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റോറേജിലുള്ള ഫയൽ വേണോ എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ ഉള്ള ഏത് ഫയൽ വേണമെങ്കിലും ഇതിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബിലെയും മറ്റുള്ള വീഡിയോസുകൾ ഒക്കെ നമുക്ക് ഇതിൽ നിന്നും അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇതിൽ നിന്നും പ്ലേ ചെയ്യിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ എടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. വീഡിയോ നമുക്കിത് പോപ്പപ്പിൽ കാണാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വീഡിയോ നമുക്ക് പോപ്പപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിത് ലോക്ക് ചെയ്ത് ഈ വീഡിയോ തന്നെ ലോക്ക് ചെയ്ത് വെച്ച് കാണാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. മിറർ മോഡ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ കളർ അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ വീഡിയോയിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുള്ള ഒരു നല്ലൊരു വെറൈറ്റി വീഡിയോ പ്ലെയർ തന്നെയാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു സെഗ്മെൻറ്റിൽ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.